ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഐ ആം ഐശ്വര്യ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്സ് ഒക്കെ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ്. അൺബോക്സിംഗ് ഒക്കെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കുറച്ചൊക്കെ ഞാൻ നേരത്തെ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും എനിക്ക് കിട്ടിയ ഗിഫ്റ്റ്സ് കാണിച്ചിട്ടാന്ന് വിചാരിച്ചു കേട്ടോ. ഇങ്ങനെ ഒരുപാട് ഗിഫ്റ്റ് കിട്ടുന്ന ആളൊന്നും എനിക്ക് ഒരുപാട് ഗിഫ്റ്റ് കിട്ടിയിട്ട് ബർത്ത്ഡേക്ക് എനിക്ക് ഗിഫ്റ്റ്സ് ഒക്കെ കിട്ടിയിട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്കിന് മുമ്പ് കിട്ടാറൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് ഇതുപോലൊരു ഗിഫ്റ്റ്സ് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ചിലതൊന്നും അൺബോക്സ് ചെയ്തിട്ടില്ല. എൻ്റെ ബർത്ത്ഡേ വ്ളോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്ത എന്തായാലും അതൊക്കെ പോയി കാണുക. ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് എന്താ എനിക്ക് ആർട്ട് മെറ്റീരിയൽസ് ഒക്കെ ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ട്. എനിക്ക് ആദ്യമായിട്ട് ആർട്ട് മെറ്റീരിയൽസ് ഗിഫ്റ്റായിട്ട് കിട്ടുന്നത് 18th ബർത്ത്ഡേ കുറച്ച് സ്പെഷ്യലായിരുന്നു. ഗിഫ്റ്റ്സ് കിട്ടി. നല്ല ബർത്ത്ഡേ വരെ ആയിട്ടും എൻ്റെ ബർത്ത്ഡേ ഇത്രയും അടിപൊളിയായിട്ട് തോന്നിയിട്ടില്ലെങ്കിൽ ഭയങ്കര വലിയ ഗ്രാൻഡ് പരിപാടി ഒന്നുമില്ല, പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നു 18th ബർത്ത്ഡേ. വലുതായി എന്നുള്ളൊരിതൊക്കെയായി. അപ്പോൾ ഞാൻ എൻ്റെ ഗിഫ്റ്റ്സ് കാണിച്ചു. ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. then എൻ്റെ മലയാളം ഡേറ്റിനായിരുന്നു സെലിബ്രേറ്റ് ചെയ്ത ഇപ്രാവശ്യം. സാധാരണ എനിക്ക് ഡേറ്റ് ഓഫ് ബർത്ത് എടുക്കാനാണ് ഇഷ്ടം. അച്ഛനും അമ്മയും മലയാളം ഡേറ്റ് എടുക്കാൻ പറയും. അപ്പോൾ ഞാൻ ഡേറ്റ് ഓഫ് ബർത്തൊക്കെ ഈ ക്ലാസ്സിന് പോകാത്ത ദിവസം, ഇപ്പം മുടക്കമുള്ള ദിവസമൊക്കെ ആണെങ്കിൽ അതെടുക്കും. അപ്പോൾ നാളാണ് മുടക്കമുള്ള ദിവസം വേണമെങ്കിൽ അതെടുക്കും. ഇപ്രാവശ്യം നാളാണ് മുടക്കമുള്ള ദിവസം വന്നത്, അപ്പോൾ ഞാൻ അതെടുത്തു. അല്ലെങ്കിൽ സാധാരണ സ്കൂളിൽ പോകും, വൈകുന്നേരം വന്ന് കേക്ക് കട്ട് ചെയ്യും, അല്ലെങ്കിൽ രാവിലെ കേക്ക് കട്ട് ചെയ്യും, അങ്ങനെയാണ്. എനിക്ക് ഈ മുടക്കമുള്ള ദിവസമൊക്കെ സെലിബ്രേറ്റ് ചെയ്യാനാണ് ഇഷ്ടം. അപ്പോൾ ഇന്ന് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടോ. ഈ വീഡിയോ എപ്പോഴാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരാമെന്ന് എനിക്കറിയില്ല, എപ്പോഴെങ്കിലുമൊക്കെ വരും. നേരമില്ല കേട്ടോ, ഇപ്പോൾ കലോത്സവമൊക്കെ ആവാറായി. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നേരമില്ല. അപ്പോൾ ഇന്ന് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടോ. അത് എൻ്റെ ഫ്രണ്ട് അനുസ് തന്ന ഗിഫ്റ്റാണ്. വ്ളോഗ് എടുക്കുന്ന സമയത്ത് തന്നെ അന്ന് തന്നെ എനിക്ക് കിട്ടിയ ഗിഫ്റ്റ്സ് വെച്ചിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൽ ആഡ് ചെയ്തപ്പോൾ നല്ല ലെങ്ത്ത് കൂടും കേട്ടോ ബർത്ത്ഡേ വ്ളോഗ്. അപ്പോൾ ഞാൻ വേണ്ടെന്ന് വെച്ചു, സെപ്പറേറ്റ് ഇട്ടാന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. വീഡിയോസിൻ്റെ എനിക്കൊരു ഡൗട്ടൊക്കെ വരുമ്പോൾ അവളോട് ചോദിക്കാറുണ്ട് കേട്ടോ. ഞാൻ പറയും, ഈ വീഡിയോ ഇട്ടാൽ മതിയോ, അത് ഷോർട്സ് ഇട്ടാൽ മതിയോ, എങ്ങനെ ചെയ്യുക, അത് അങ്ങനെ ചെയ്താൽ ബെറ്റർ ആവുമോ എന്നൊക്കെ അവളോട് ചോദിക്കാറുണ്ട്. പിന്നെ അപ്പോൾ ഇങ്ങനെ വല്ല ട്രെൻഡിങ് വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്ക് അയച്ചിട്ട് ഇതുപോലെ ഇത് ട്രെൻഡിങ് ആണ്, നല്ല വ്യൂസ് കിട്ടും എന്നൊക്കെ അവൾ പറയാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കുറേ ഗിഫ്റ്റ്സ് കിട്ടി, അപ്പോൾ ഞാൻ ഇന്ന് ആ വീഡിയോ സെപ്പറേറ്റ് ഇടണമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, അയ്യോ നീ വരാൻ പറ്റിയില്ല എൻ്റെ ബർത്ത്ഡേക്ക്, അപ്പോൾ അന്ന് ഗിഫ്റ്റൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞ ആളാട്ടോ. അപ്പോൾ വരാൻ പറ്റിയില്ല. അവൾ പറഞ്ഞു, നീ സെപ്പറേറ്റ് വീഡിയോ ഇട്ടാൽ മതി, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇടുമ്പോൾ നിനക്ക് നല്ല വ്യൂസ് കിട്ടും. കാരണം എന്താ വെച്ചാൽ അവൾ ഇത് അവിടുന്ന് ഓർഡർ ചെയ്തെന്താണ് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കറക്റ്റ് ടൈമിൽ. അപ്പം ഞാനിപ്പോൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇതാണല്ലോ. അപ്പോൾ അവളുടെ ഗിഫ്റ്റും കൂടി കാണിക്കുന്ന ആഗ്രഹമുള്ളതുകൊണ്ടാണ് തോന്നുന്നു. അവൾ പറഞ്ഞു, നീ പിന്നെ ഇട്ടാൽ മതി, ഇപ്പം ഇട്ടാൽ ഇതുണ്ടാവില്ല. അതുകൊണ്ട് അവൾ അങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ ശരിയാ, വ്യൂസ് ഒന്നും ഉണ്ടാവില്ല, ഒക്കെ ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ. ഞാൻ അങ്ങനെ വിചാരിച്ചുള്ളൂ കേട്ടോ. ഞാൻ ഇന്ന് ഈ ഗിഫ്റ്റ് തന്നു, എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇതെന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എന്തായാലും നമുക്ക് തുറന്ന് നോക്കാം. ഇതാണ് അൺബോക്സ് ചെയ്യാനുള്ള മെയിൻ സാധനം. നോക്കാം. പൊടിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്, എന്താ കാണിച്ചിട്ടുണ്ടെന്ന് നോക്കാം ഗൈസ്. ഇത് ഞാൻ തന്നപ്പോൾ നെറ്റി പോയിട്ടോ. കാരണം അവൾ ഇത്രയും വലിയ ഗിഫ്റ്റൊക്കെ തന്നപ്പോൾ എൻ്റെ കവർ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നമുക്ക് അധികം നശിപ്പിക്കാണ്ട് പൊട്ടിക്കാം. നശിപ്പിക്കാണ്ട് പൊട്ടിക്കാന്ന് പറഞ്ഞേ ഉള്ളൂ, അപ്പോഴേക്കും കീഴി നോക്കട്ടെ. എവിടെ നിന്നോ ഏതോ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് മേടിച്ചു എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. അയ്യോ, അവളുടെ അഡ്രസ്സൊക്കെ എഴുതിയിട്ടുണ്ട് ഇതിൽ. എന്തായിരിക്കും ഗൈസ്, നോക്കട്ടെ. ഫ്രെയിമ എനിക്ക് സാധനം ഭയങ്കര ഇഷ്ടമാട്ടോ പൊട്ടിക്കാൻ. അയ്യോ, ഓച്ചടാ, എനിക്ക് നല്ല ഇഷ്ടമായി. നോക്കൂ ഗൈസ്, ഇത് ഞങ്ങളുടെ ഫോട്ടോ ആണ് കേട്ടോ. ഇതാണ് കേട്ടോ അനുശ്രീ. ഭയങ്കര മോട്ടിവേഷനാണ് പുള്ളിക്കാരി. എന്താ പറയുക, എല്ലാ കോമ്പറ്റീഷന് പോകുമ്പോൾ എന്നെ ഭയങ്കരമായി മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളാണ്. നല്ല രസമുണ്ട് കേട്ടോ ഫ്രെയിം. എനിക്ക് സത്യം പറഞ്ഞാൽ ഫോട്ടോ അത്ര ഇഷ്ടമില്ല, കാരണം നല്ല തടിയൊക്കെ ഉണ്ട്. അവൾക്കത് ഇഷ്ടമായി തോന്നുന്നു, നമ്മൾ പറഞ്ഞു എൻ്റെ അടുത്ത്. പിന്നെ ഞാനൊരു ഫോട്ടോ, ഇത് അവളുടെ ഏട്ടൻ്റെ എൻഗേജ്മെൻറ്റിന് പോയപ്പോൾ എടുത്ത ഫോട്ടോ കേട്ടോ. ഇത് ഞങ്ങൾ ഓണത്തിനൊക്കെ എടുത്ത ഫോട്ടോ. ഇതെന്തിനെടുത്തേ? ഇത് 10th. ഇതെന്തെടുത്ത്? 10th സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോയപ്പോൾ ഞങ്ങൾ എടുത്തതാണ്. അയ്യോടാ, നല്ല രസമുണ്ട് കാണാൻ. താങ്ക് യു അനുശ്രീ, താങ്ക് യു അന്നമ്മേ. ഞാൻ അന്നമ്മേന്ന് കേട്ടോ വിളിക്കുക അവളെ. അവൾക്ക് അത്ര ഇഷ്ടമുള്ള എന്നെ അന്നമ്മയെന്ന് വിളിക്കില്ലേ എന്നൊക്കെ പറയും, പക്ഷെ താങ്ക് യു അന്നമ്മേ. അനുശ്രീ എന്നാട്ടോ പേര്. അന്നമ്മ വിളിക്കുന്നത് ഞാനാണ്. അതിനെ സ്നേഹം കൂടുമ്പോൾ അന്നമ്മയെന്നാണ് വിളിക്കാറ്. നല്ല രസം കിട്ടാതാണ്. താങ്ക് യു. എനിക്ക് സാധനം കിട്ടി, പൊട്ടിച്ച് കളിക്കാൻ. നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇങ്ങനെ പൊട്ടിച്ച് കളിക്കാൻ? ഈ പൊട്ടില്ല.
എല്ലാ വീഡിയോയും കണ്ടിട്ട് ഇങ്ങനെ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ ഒരാളാണ്. താങ്ക് യു എൻ്റെ അമ്മ. യെസ്. അടുത്തത് എൻ്റെ ഫ്രണ്ട് കൃഷ്ണപ്രിയ തന്ന ഗിഫ്റ്റാണ് കേട്ടോ. കൃഷ്ണപ്രിയ തന്ന ഗിഫ്റ്റാണ് ഇതൊക്കെ. കൃഷ്ണപ്രിയ ആ വ്ളോഗിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അവളിങ്ങനെ എഴുത്തൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ഐശ്വര്യ ആൻഡ് ലോട്ട് ഓഫ് ലവ് ഫ്രം മൈ ഹാർട്ട് ടു യുവേഴ്സ്, ലവ് യു ടു ദ മീഡ്. അവൾ തന്നതാണ് ഇതൊക്കെ. അവളിങ്ങനെ 50 ഷെയ്ഡിൻ്റെ ഓയിൽ പേസ്റ്റിലൊക്കെ ഞാൻ 24 ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇത്രയും ഞാൻ അങ്ങനെ ഓയിൽ പേസ്റ്റിൽ ചെയ്യാത്ത ഒരാളാണ്. എനിക്ക് ചെയ്ത് ബോറടിച്ചത് ചെയ്യാത്ത ഒരാളാണ് കേട്ടോ. പക്ഷേ ഇനി ഞാൻ ഓയിൽ പേസ്റ്റിൽ ചെയ്യും കേട്ടോ. പിന്നെ എനിക്ക് ഫാബ്രിക് പെയിൻറ്റ് മേടിച്ചു. ഫാബ്രിക് പെയിൻറ്റ് അല്ല, അക്രിലിക് കളേഴ്സ് മേടിച്ചു തന്നു. താങ്ക് യു. ഇതിന് വാട്ടർ കളർ കുറച്ച് ദിവസം എൻ്റെ ബർത്ത്ഡേയുടെ മുമ്പ് എന്തെങ്കിലും ഓരോന്നൊക്കെ ചോദിക്കി. അങ്ങനെ നീ ഇത് പെയിൻറ്റ് യൂസ് ചെയ്യുക, ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ എൻ്റെ വായിൽ നിന്ന് ഓരോന്ന് വീഴാൻ വേണ്ടിയിട്ട് ഓരോന്ന് എന്നോട് ചോദിച്ചിട്ടു. പക്ഷേ അപ്പോഴൊന്നും മനസ്സിലായില്ല ഇതൊക്കെയാണ് മേടിച്ചിട്ട് വരാമെന്ന്. പിന്നെ അവൾ ലോട്ടസ് ചോക്കോപ്പായി മേടിച്ചിട്ട് വന്നു ടീ ബോക്സ്. സത്യം പറഞ്ഞാൽ ഇതിലൊന്നും ഇല്ല. ഞാനിതൊക്കെ തിന്ന് തീർത്തു. പക്ഷേ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതിൽ മൊത്തം തിന്ന് കൊടുത്തു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലോട്ടസ് ചോക്കോപ്പായി. ഞാൻ പണ്ട് ഞങ്ങൾ ദുബായിലായിരുന്ന സമയത്ത് ഞാൻ അച്ഛനെ പെട്ടിയിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ അപ്പൊക്കെ ഭയങ്കര ഫാനായിരുന്നു. പിന്നെ അങ്ങനെ കഴിച്ചിരുന്നില്ല. പിന്നെ സ്കൂളിൽ പോയിട്ട് തന്നെ വഴിക്ക് ഒരു കടയുണ്ട്. അവിടെ ലോട്ടസ് ചോക്കോപ്പായി ഒരെണ്ണമായിട്ട് കിട്ടും 10 രൂപ. ഇടയ്ക്ക് അത് മേടിക്കാറുണ്ട്, പൈസ കിട്ടുമ്പോഴൊക്കെ മേടിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ കഴിച്ചാൽ അവൾ ഓർമ്മ വരും കേട്ടോ. ഞങ്ങൾ എന്താ പറയുക, മെയിൻ സാധനമാണ് ലോട്ടസ് ചോക്കോപ്പായി എന്ന് പറയുന്നത്. ഞാൻ ചോക്കോപ്പായി എന്നാണ് അവളെ വിളിക്കാറ് കേട്ടോ. താങ്ക് യു. എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ സാധനം. അവൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഈ സാധനങ്ങളൊക്കെ അവൾ കൊണ്ടുവന്നത് ഭയങ്കര യൂസ്ഫുള്ളായി. ഇങ്ങനെ അടുത്ത ഗിഫ്റ്റ് എന്ന് പറയുന്നത് അമ്മയുടെ ഗിഫ്റ്റാണ്. സാധാരണ എൻ്റെ അമ്മയുടെ എൻ്റെ അച്ഛനും അമ്മ അങ്ങനെ എനിക്ക് ഈ സെപ്പറേറ്റ് ഗിഫ്റ്റായിട്ടൊന്നും മേടിച്ച് തരാറില്ല. ബർത്ത്ഡേക്ക് ആണെങ്കിൽ പറയും ഡ്രസ്സ് മേടിച്ചു തന്നു, കേക്ക് മേടിച്ചു തന്നു, ഇനി ഒന്നുമില്ലെങ്കിൽ എന്താ വേറെ ഗിഫ്റ്റ്, ഇതൊക്കെ തന്നെയാണ് ഗിഫ്റ്റ് എന്ന് പറയുന്ന ആൾക്കാരാണ്. ഇത് പറ്റിയെന്ന് എനിക്കറിയില്ല. ഞാൻ അവരുടെ ബർത്ത്ഡേക്കും വെഡിങ് ആനിവേഴ്സറിക്കും ഒക്കെ ഗിഫ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ. ഇപ്പം ഞാൻ കുറച്ചൊക്കെ ഏൺ ചെയ്യണോണ്ട് ഞാൻ കുറച്ച് പൈസ ചിലവുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഫ്രെയിം കൊടുക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനെ ഭയങ്കര എക്സ്പെൻസീവ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കൊടുക്കും. മുമ്പൊക്കെ ഞാൻ എന്തെങ്കിലും ജസ്റ്റ് ലെറ്റർ എഴുതിയിട്ടെങ്കിലും കൊടുത്തതിന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അവർക്ക്. അപ്പോൾ എനിക്ക് ഗിഫ്റ്റൊന്നും തരാറില്ല. ഞാൻ ഏതൊരു കൊല്ലം 2 വട്ടം ഫ്രെയിം തന്നു കേട്ടോ. കഴിഞ്ഞ മുമ്പത്തെ കൊല്ലം എന്തോ അത് ഞാൻ ഒരു വട്ടം അവർക്ക് ഫ്രെയിം കൊടുത്തു. അപ്പോൾ എനിക്ക് എൻ്റെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെ ഗിഫ്റ്റ്സ് കിട്ടാറില്ല. അച്ഛനമ്മ സെപ്പറേറ്റ് ആയിട്ടൊന്നും മേടിച്ചു തരാറില്ല. അല്ല അങ്ങനെ അവരെന്നെ മേടിച്ച് തന്നെ, പക്ഷേ സെപ്പറേറ്റ് ആയിട്ട് കിട്ടാറില്ല കേട്ടോ. ഈ നിറച്ച സാധനങ്ങളാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ബ്രഷ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെയാണ്. ബ്രഷ് ഉണ്ട്, ദെൻ പെയിൻ്റ് ഉണ്ട്. ഇത് ഏത് ബ്രാൻഡെന്ന് പോലും എനിക്കറിയില്ല. അമ്മയ്ക്കിത് നോക്കി മേടിക്കുക. സത്യം പറഞ്ഞാൽ എൻ്റെ പാരൻസിന് ഇങ്ങനെ സാധനം നോക്കി മേടിക്കാൻ അറിയില്ല. അവർക്ക് ആർട്ട് ഷോപ്പിൽ പോകുമ്പോൾ എന്നെ പേടിയാണ്. കാരണം ഞാൻ അവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്യിലിടുന്ന സാധനമൊക്കെ പക്കെടുക്കും. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ആർട്ട് ഷോപ്പിൽ ഒന്നതല്ല ഭയങ്കര വിലയാണ് ഈ സാധനങ്ങൾക്കൊക്കെ. പക്ഷെ നല്ലവർ മേടിച്ച് തരും. പിന്നെ കുറേയൊക്കെ ഞാൻ വർക്കൊക്കെ ചെയ്ത് കിട്ടുമ്പോൾ ഞാൻ അങ്ങനെ മേടിക്കലാണ് പതിവ്. അപ്പോൾ അവർക്ക് നോക്കി മേടിക്കാൻ അറിയാത്തതുകൊണ്ട് തന്നെ അവർ ചെറുതൊക്കെ ടെസ്റ്റ് ചെയ്തേക്കണം കേട്ടോ. ഫാബ്രിക് പെയിൻറ്റ് അച്ഛനെ പിന്നെയും നോക്കി ഇങ്ങനത്തെ കുറച്ച് ഐഡിയ ഉണ്ട് നോക്കി മേടിക്കാൻ. കുറച്ച് അങ്ങനെ അധികമൊന്നും അറിയില്ല. പിന്നെ അമ്മ തന്നത് മാലയാണ് ഗായ്സ്. ഇതിനൊരു ബ്ലാക്ക് എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഡ്രസ്സ് ഉണ്ട് ഈ മറ്റേ താമരയുടെ, ഞാൻ എൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു കേട്ടോ വരയ്ക്കണേ. ആ മാല ഞാൻ എൻ്റെ വേറൊരു ദാവണിക്ക് മേടിച്ചതാണ് ബ്ലാക്ക്. അപ്പോൾ ആ ബ്ലാക്ക് ഇതിനിടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ താമര മേടിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴത്തെ അമ്മ ഇതെല്ലാം സെയിം ബ്ലാക്കാണ് എൻ്റെ ഉള്ളത്. അപ്പം ഇതെന്നെ മേടിച്ചിട്ടുണ്ട്. ആ ഡ്രസ്സിന് നല്ല മാച്ചിങ് ആണ് കേട്ടോ. പിന്നെ എനിക്ക് തന്നിരിക്കുന്നത് എന്തത് വാച്ച്. ഇതാണ് എനിക്ക് തന്ന വാച്ച്. ഇങ്ങനത്തെ വാച്ച് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനത്തെ വാച്ചിന് ഭയങ്കര ഫാൻ. ഇപ്പോൾ കയ്യിലെടുക്കുന്ന വാച്ച് ഇത് ഞാൻ സ്വന്തമായിട്ട് മേടിച്ചാൽ കേട്ടോ. എനിക്കൊരു ഓർഡർ കിട്ടിയപ്പോൾ ഞാൻ മേടിച്ച വാച്ചാണ്. അതുകൊണ്ട് എനിക്ക് ഈ വാച്ചിനെ കുറച്ച് സ്നേഹം കൂടുതലാണ്. ദെൻ ഈ വാച്ചിന് പ്രശ്നമൊന്നുമില്ല. എന്നാലും അമ്മ വാച്ച് മേടിച്ചിട്ടുണ്ട്. താങ്ക് യു. രസമില്ലേ? ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഒരുപാട് ഓർഡർ ചെയ്യാറ് വാച്ചൊക്കെ. അതിനകത്ത് പിന്നെ കുട്ടികളാണ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല രസം. ഈ സൗണ്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ പച്ച കളർ ഞാൻ എപ്പോഴും ബ്ലാക്കൊക്കെ നോക്കി മേടിക്കാറുണ്ട്. എനിക്ക് കുപ്പിവള ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കുപ്പിവള മേടിച്ചിട്ടുണ്ട്. പിന്നെന്താ പൊട്ടിടാതെ എനിക്ക് പൊട്ടിടാൻ മീൻസ് ഞാനിങ്ങനെ ഈ പൊട്ടൊന്നും ഞാൻ ഇടാറില്ല. ഞാൻ ഐലൈനർ വെച്ചിട്ട് കുത്താണ് ഇടാറ്. അപ്പോൾ ഐലൈനർ ഉണ്ട്. കണ്ണ് എഴുതാറില്ല കേട്ടോ. ഞാൻ കണ്ണ് എഴുതിയാലും ഞാൻ എഴുതിയെന്ന് തോന്നില്ല. അതുകൊണ്ട് കണ്ണ് എഴുതാറില്ല. എൻ്റെ മൈൻ അലർജിക്കാണ് കണ്ണിന്. പിന്നെ ഈ പൊട്ട് എനിക്ക് തോന്നുന്നു അമ്മയ്ക്ക് മേടിച്ചാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അമ്മയാണ് ഇങ്ങനത്തെ പൊട്ടക്കിടാറ്, ഞാൻ പറഞ്ഞറിയില്ല. ഇത് മോതിരം കുറച്ച് ലൂസാണ്, എന്നാലും കുഴപ്പമില്ല. രസമുണ്ട് മോതിരം. ഹെലൻ തന്നാണ് കേട്ടോ. അപ്പോൾ ഈ ക്ലിപ്പ് എൻ്റെ മുടിയിൽ കൊള്ളുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് ഈ കമ്മലൊക്കെ ഇങ്ങനത്തെ കമ്മലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
ഞാൻ ഫുള്ള് കമ്മൽ ചെറുതാണ് യൂസ് ചെയ്യണം. പക്ഷെ എന്നാലും ഇങ്ങനത്തെ ജുംക്കയൊക്കെ ഭയങ്കര ഇഷ്ടം. ഞാൻ കുറേ മേടിച്ച് വയ്ക്കാറുണ്ട്. പക്ഷെ ഒന്നും ഇടാറില്ല. ഇടയ്ക്കൊക്കെ ഇടാറുള്ളൂ. പക്ഷെ ഞാൻ വട്ടം ഇട്ടുണ്ട് കേട്ടോ. ഈ അടുത്ത് ഞാൻ ഇട്ടു. നല്ല ഇഷ്ടപ്പെട്ടു. താങ്ക് യു ഹെല. ഹെല തരുന്ന ഞാൻ വിചാരിച്ചില്ല. താങ്ക് യു. ഹെല തന്നപ്പോൾ കാണാം. പിന്നെന്താ കിട്ടിയത് എനിക്ക്? ഇത്രയ്ക്കുള്ളോ? ഒന്നും കിട്ടിയില്ല. ഇതൊക്കെ തന്നെയാണ് ഗിഫ്റ്റ്സ് എന്ന് പറയാനുള്ളൂ. ഒരുപാടൊന്നുമില്ല. പക്ഷെ എന്നാലും ഇതൊക്കെ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. പ്രത്യേകിച്ച് ഇഷ്ടമായിട്ടോ ഗായ്സ്. താങ്ക് യു അന്നമ്മേ. താങ്ക് യു അനുശ്രീ. അന്നമ്മന്ന് വിളിച്ചോളൂ ചീത്ത പറയില്ല. അപ്പോൾ അനുസരിച്ച് നല്ല ഗിഫ്റ്റാണ്. അവൾ ഏതൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നൊക്കെ ഓർഡർ ചെയ്തതെന്നാണ് പറഞ്ഞത്. വരാൻ ഡിലേ അത്ര. അതുകൊണ്ടാണ് പാവം എൻ്റെ അടുത്ത് വീഡിയോ ഇടണ്ട, വ്യൂസ് കുറയും എന്നൊക്കെ പറഞ്ഞത്. അവളും കുറേ എനിക്ക് ഉപകാരമുള്ള സാധനമാണ് കൊണ്ടുവന്നത്. അപ്പോൾ താങ്ക് യു കൃഷ്ണപ്രിയ. ഞാൻ ചൊക്കപ്പായി എന്നിട്ട് വിളിക്കുക. അപ്പോൾ അവൾ പെയിൻറ്റും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. അതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എനിക്ക് ഉപകാരമുള്ള സാധനങ്ങൾ ആർട്ട് മെറ്റീരിയൽസ് ഒക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. ഇങ്ങനെ ആർട്ടിസ്റ്റ് ഫ്രണ്ടൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ വല്ല സ്കെച്ച് ബുക്കോ ഇങ്ങനെ ഒരുപാടൊന്നും മേടിക്കരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അറിയാണ്ട് മേടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് യൂസ്ഫുൾ ആവില്ല. പല ടൈപ്പ് പെൻസിൽസ് ഉണ്ട്, പല ടൈപ്പ് വാട്ടർ കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ അവർ ചോദിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി മേടിക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്കെച്ച് ബുക്ക് ആയിക്കോട്ടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. ആർട്ട് മെറ്റീരിയൽസ് എന്നല്ല എന്ത് സാധനമല്ല. ഇപ്പോൾ ഫ്രെയിം ആയിക്കോട്ടെ നമുക്കൊരു മെമ്മറിയാണ്. പനിസിലിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു. അവളെനിക്ക് തന്നപ്പോൾ തന്നെ പറഞ്ഞു ഞാനിങ്ങനെ ആർട്ട് റിലേറ്റഡ് സാധനമൊന്നുമല്ല മേടിച്ചിരിക്കുന്നത്. ഞാനൊരു സാധനമാണ് എനിക്ക് തരുന്നത്. അതെനിക്ക് എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റും. ഇതാണ് ആർട്ട് മെറ്റീരിയൽസ് ചിലപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് പിന്നെ അത് കഴിയുമല്ലോ. പിന്നെ അത് ഓർത്തില്ലെങ്കിലോ എന്ന് വെച്ചിട്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ എനിക്ക് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അന്നാണ് എനിക്ക് ഹെലൻ ഈ എന്താ പറയുക കമ്മലും ഇതൊക്കെ തന്നത് കേട്ടോ. പിന്നെ എനിക്ക് അന്ന് തന്നെ 5 ക്ലാസ്സിൽ ദേവനന്ദിയും ടിഷ്യൂ എനിക്ക് ചോക്ലേറ്റ്സ് ഒക്കെ തന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അവർ ഓർത്തിട്ട് എനിക്ക് തന്നല്ലോ. എന്തായിക്കോട്ടെ അത് മേടിച്ച് എനിക്ക് തരാനുള്ള മനസ്സുണ്ടായല്ലോ. താങ്ക് യു. പിന്നെ കുറേ പേര് എന്നെ വിഷ് ചെയ്തു. നിർബന്ധമൊന്നുമില്ല. പക്ഷേ നമുക്കൊരാൾ എന്തായിക്കോട്ടെ ചോക്ലേറ്റ് ആയിക്കോട്ടെ ചെറിയൊരു സാധനം ആയിക്കോട്ടെ നമ്മളെ ബർത്ത്ഡേ ഓർത്ത് നമുക്ക് തരാമെന്ന് പറയുന്നത് ഭയങ്കര വലിയ കാര്യം. ഞാൻ അതൊക്കെ ഭയങ്കര വലിയ കാര്യമായിട്ട് കാണുന്ന ഒരാളാണ് കേട്ടോ. അതൊക്കെ ചെറിയ സാധനമാണെങ്കിൽ പോലും ഞാൻ എടുത്തു വയ്ക്കും. എനിക്ക് പണ്ട് മുതൽ കിട്ടിയ ചെറിയ ചെറിയ ഗിഫ്റ്റ്സൊക്കെ ഇപ്പോഴും എടുത്ത് വെച്ചിട്ടുണ്ട്. കുറേ ഗിഫ്റ്റ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ കാണുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ ചെറിയ എന്താ സാധനം കിട്ടിയാലും ഭയങ്കര വലിയ കാര്യമായിട്ട് കാണുന്ന ആളാണ്. അതുകൊണ്ടാണ് ഈ ഇതിൽ കുറച്ച് ഗിഫ്റ്റ്സേ ഉള്ളൂ അതന്നെ ഞാൻ ഭയങ്കര കാര്യമായിട്ട് കാണിച്ചത്. ഇതൊക്കെ തന്നെ എനിക്ക് കിട്ടിയ ഗിഫ്റ്റ്സ് എന്ന് പറയുന്നത്. ഞാൻ എല്ലാവരും വിഷ് ചെയ്തു. അതാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. നല്ലൊരു ബർത്ത്ഡേ അതെന്ന് പറഞ്ഞാൽ എനിക്ക് 18th ബർത്ത്ഡേ കുറച്ച് സ്പെഷ്യലാണെന്ന്. ആ ബർത്ത്ഡേക്കും ഇങ്ങനെയൊന്നും ഗിഫ്റ്റ്സ് കിട്ടിയിട്ടില്ല കേട്ടോ. കിട്ടിയിട്ടൊക്കെ ഉണ്ട് കുറച്ചൊന്നും രണ്ടെണ്ണം ഗിഫ്റ്റ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു ഗിഫ്റ്റ്സ് ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഞാൻ തന്ന എല്ലാവർക്കും താങ്ക് യു. വീഡിയോ ഒരുപാട് അങ്ങ് വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ എന്തായാലും ഇനി എങ്ങനത്തെ വീഡിയോസ് വേണ്ടതെന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ ബർത്ത്ഡേ വ്ളോഗ് കാണാത്തതൊക്കെ പോയി കാണുക. പിന്നെ കുറേ പേര് കലോത്സവം റിലേറ്റഡ് വീഡിയോ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. നേരമില്ല. അപ്പോൾ കലോത്സവം ആയതുകൊണ്ട് ഞാനും ബിസിയാണ്. പ്രാക്ടീസ് ചെയ്യണം, പഠിക്കണം, ഒരുപാട് കാര്യങ്ങളായിട്ട് ഞാനും ബിസിയാണ് കേട്ടോ. അതുകൊണ്ടാണ് എനിക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റാത്തത്. എന്നാലും എല്ലാം നമുക്ക് ചെയ്യാം. നേരം കിട്ടാത്തൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരെല്ലാം എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നെന്താ അറിയുള്ളൂ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ